ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് പുഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതേപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 25 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ടുണ്ട്. ആദ്യം ഈ കോൺഫ്ലവറിലേക്ക് അല്പം പാൽ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എൻ്റെ കയ്യിലൊരു ചെറിയ പുഡിംഗ് ട്രേ ആണുള്ളത്, അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പുഡിംഗ് ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കൂട്ടി കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഈ പാൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചോക്ലേറ്റ് ചേർത്ത് ഇതൊന്ന് മെൽറ്റാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടുന്നത് അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. പാലിവിടെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടെ തന്നെ ഏത് ട്രേയിലേക്കാണോ ഒഴിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പുറത്ത് തന്നെ വെച്ച് സെറ്റാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ അതിന് മുകളിലായിട്ട് ഒരു വാനില സ്പോഞ്ച് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് അല്പം ലൂസാക്കാൻ വേണ്ടി തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഷുഗർ സിറപ്പ് വെച്ചിട്ടും വെറ്റ് ചെയ്യാം. ഇനി ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1/3 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്തെടുത്തതാണിത്. 4 കോർണറിലായിട്ട് ഇതേപോലെ ഒരു ഫ്ലവർ വെച്ചെടുക്കുന്നുണ്ട്. അതിന് മുകളിൽ ചെറി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇതിന് മുകളിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച ശേഷം മാത്രം സെർവ് ചെയ്യുക. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് ചൈന ഗ്രാസ് ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു അളവിലേക്ക് ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് മതിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.